നെക്സ്റ്റ് ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1852 മുതൽ 1929 വരെയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദ മേനോൻ. ഓക്കെ, കാരാട്ട് ഗോവിന്ദ മേനോൻ ആണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ഇദ്ദേഹം 1852 കൊല്ലങ്കോടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പാലക്കാട്ടുകാരനാണ് ഇദ്ദേഹം. 1852 കൊല്ലങ്കോട്ടിലാണ് ജനിക്കുന്നത്. 1929 ഇദ്ദേഹം മരണപ്പെടുകയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഗുരു ഓഫ് എത്തിസ്റ്റ്, പുരുഷ സിംഹം, ഗുരു ഓഫ് എത്തിസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, എത്തിസത്തിന്റെ ഗുരുവാണ് ആര്? നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷ സിംഹം എന്ന് ഒരു പേരും കൂടി ഉണ്ട്. ഇദ്ദേഹത്തിനെയാണ് ആലത്തൂർ സ്വാമികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ധാരണയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അയ്യാവു സ്വാമി ആരാണ്? അയ്യാവു സ്വാമിയാണ് തൈക്കാടയ്യ. തൈക്കാടയ്യനാണ് അയ്യാവു സ്വാമി എന്ന് പറയുന്നത്. ആലത്തൂർ സ്വാമികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. കാരണം ഇദ്ദേഹം ആലത്തൂരില് സീതാശ്രമം സ്ഥാപിക്കുന്നുണ്ട്. ആരാണ് സ്ഥാപിക്കുന്നത്? ബ്രഹ്മാനന്ദ ശിവയോഗി. എവിടെയാണ് സ്ഥാപിക്കുന്നത്? ആലത്തൂർ. ഓക്കെ, സീതാശ്രമം ആലത്തൂരിൽ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ആലത്തൂർ സ്വാമികൾ എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാനുഭൂതി, ആനന്ദ സോപാനം, ആനന്ദ സൂത്രം, ആനന്ദ ദർശനം, മോക്ഷപ്രദീപം, ശിവയോഗ രഹസ്യം, ആനന്ദ ഗുരുഗീത, ആനന്ദ കുമ്മി, ജ്ഞാന കുമ്മി, ആനന്ദ ഗഹനം, ആനന്ദ വിമാനം, സ്ത്രീ വിദ്യാപോഷിണി. ഇത്രയുണ്ട്. ഇതിൽ ആനന്ദ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരടിക്കാം? ആനന്ദ എന്ന് വെച്ച് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് നവോത്ഥാന നായകനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എന്നാൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആനന്ദ ലഹരി എന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ അത് ആരായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? അത് ശങ്കരാചാര്യനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അത് ഒരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, ഏതൊക്കെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബുക്സ്? സിദ്ധാനുഭൂതി, ശിവയോഗ രഹസ്യം, മോക്ഷപ്രദീപം, ആനന്ദ സോപാനം, ആനന്ദ സൂത്രം, ആനന്ദ ദർശനം, ആനന്ദ കുമ്മി, ജ്ഞാന കുമ്മി, ആനന്ദ ഗഹനം, ആനന്ദ വിമാനം, സ്ത്രീ വിദ്യ പോഷിണി. ഓക്കെ, ഇതില് ഇദ്ദേഹം എഴുതിയിട്ടുള്ള പോയമാണ് ഏത്? ശിവയോഗ രഹസ്യം. ഓക്കെ, ശിവയോഗ രഹസ്യമാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയിട്ടുള്ള പോയം. ഓക്കെ, നെക്സ്റ്റ് വുമൻസിന്റെ എഡ്യൂക്കേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയിട്ടുള്ള ബുക്കാണ് ഏത്? സ്ത്രീ വിദ്യാ പോഷിണി. ഓക്കെ, സ്ത്രീ വിദ്യാ പോഷിണി ഏത് നവോത്ഥാന നായകനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്ത് യോഗ സിസ്റ്റം ഓഫ് ഫിലോസഫി. യോഗ സിസ്റ്റം ഓഫ് ഫിലോസഫിയിൽ വിശ്വസിച്ച വ്യക്തിയാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിന്റെ മോക്ഷപ്രദീപം എന്ന് പറഞ്ഞ ബുക്കില് 8 തരം യോഗയെ കുറിച്ച് ഇദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഏത് ബുക്കിലാണ്? മോക്ഷപ്രദീപം. മോക്ഷപ്രദീപ ഖണ്ഡന എഴുതിയതാരാണ്? മോക്ഷപ്രദീപ ഖണ്ഡന എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത് ഇദ്ദേഹം സ്ഥാപിച്ച ഇദ്ദേഹത്തിന്റെ റിലീജിയൻ ആണ് ഇത്? ആനന്ദ മതം. ആനന്ദമതം ആരുടെയാണ്? ആനന്ദമതം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. അയ്യാവാഴി ആരുടെയാണ്? അയ്യാവാഴി ആരുടെയാണ്? അയ്യാവാഴി വൈകുണ്ഠ സ്വാമികളുടെയാണ്. ഓക്കെ, അടുത്ത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മറ്റൊരു ഫിലോസഫിയാണ് ഏത്? ആനന്ദ ദർശന. ആനന്ദ ദർശന ആരുടെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഫിലോസഫിയാണ് ആനന്ദ ദർശന. ഇദ്ദേഹം 1918 ആനന്ദ മഹാസഭ രൂപീകരിക്കുന്നുണ്ട്. ആനന്ദ മഹാസഭ രൂപീകരിച്ച നവോത്ഥാന നായകനാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഏത് വർഷം? 1918. അതേപോലെ ആനന്ദ ജാതി, ഇതെല്ലാം ആരായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്ത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനെ അദ്ദേഹം ആ പേരിൽ അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. വയലേരി കുഞ്ഞിക്കണ്ണൻ. ഓക്കെ, വയലേരി കുഞ്ഞിക്കണ്ണൻ അല്ലെങ്കിൽ VK ഗുരുക്കളെ വാഗ്ഭടാനന്ദൻ എന്ന് അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമമാണ് ഇത്? വയലേരി കുഞ്ഞിക്കണ്ണൻ. സാരാഗ്രഹി എന്ന് പറഞ്ഞ മാഗസിൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? പവനൻ. പവനനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറഞ്ഞ ബുക്ക് രചിച്ചിട്ടുള്ളത്. അതേപോലെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബയോഗ്രാഫി K ഭീമൻ നായർ എഴുതിയിട്ടുണ്ട്. അതാണ് ഇത്? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. ഓക്കെ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ആരെഴുതിയിരിക്കുന്നത്? K ഭീമൻ നായർ. അടുത്ത് ഇദ്ദേഹത്തിന് ഫേമസ് ആയിട്ട് 2 കോട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? മൈൻഡ് ഈസ് ഗോഡ് ആൻഡ് കൺട്രോൾ ഓഫ് മൈൻഡ് ഈസ് സുപ്രീം അച്ചീവ്മെന്റ്. മനസ്സാണ് ദൈവം, മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ഇത് ആരുടെ കോട്ടാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. മറ്റൊരു കോട്ട് ഹാപ്പിനെസ് ഓഫ് മൈൻഡ് ഈസ് ഹെവൻ.
അൺഹാപ്പിനെസ് ഈസ് ഹെൽ, ദർ ഇസ് നോ അതർ ഹെവൻ ഓർ ഹെൽ. എന്താണ്? മനസ്സിന്റെ ശാന്തതയാണ് സ്വർഗം, അശാന്തമായ മനസ്സാണ് നരകം, മറ്റു സ്വർഗ നരകങ്ങളില്ല. ഇതാരുടെ കോട്ടാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? ഗുരു ഓഫ് എത്തിസ്റ്റ്. ഓക്കെ, എന്താണ്? നിരീശ്വരവാദിയാണ് ഇദ്ദേഹം. ഓക്കെ, അതുകൊണ്ടാണ് മനസ്സാണ് ദൈവം, മനസ്സാണ് എല്ലാം എന്ന് പറയുന്നത് ആരെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഹാപ്പിനെസ് ഓഫ് മൈൻഡ് ഈസ് ഹെവൻ, അൺഹാപ്പിനെസ് ഈസ് ഹെൽ, ദർ ഇസ് നോ അതർ ഹെവൻ ഓർ ഹെൽ. ഇതാരുടെ വാക്യങ്ങളാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാക്യങ്ങളാണ്. അടുത്ത നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1885 മുതൽ 1939 വരെ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? കുഞ്ഞിക്കണ്ണൻ, അല്ലെങ്കിൽ VK ഗുരുക്കൾ, വയലേരി കുഞ്ഞിക്കണ്ണനാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. വയലേരി കുഞ്ഞിക്കണ്ണൻ. ആരാണ്? കുഞ്ഞംപിള്ള ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞംപിള്ള ചട്ടമ്പി സ്വാമികൾ, കുഞ്ഞിക്കണ്ണൻ, വാഗ്ഭടാനന്ദൻ. വയലേരി കുഞ്ഞിക്കണ്ണനെ നമ്മളിപ്പോ നോക്കിയുള്ളൂ. വാഗ്ഭടാനന്ദൻ എന്ന് അഭിസംബോധന ചെയ്ത നവോത്ഥാന നായകനാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിന് മറ്റൊരു പേരാണ് എന്ത്? ആലത്തൂർ സ്വാമികൾ. അയ്യാവു സ്വാമി ആരാണ്? തൈക്കാട് അയ്യ. മാറിപ്പോകരുത്. അടുത്ത് ഇദ്ദേഹം ജനിക്കുന്നത് 27 ഏപ്രിൽ 1885. എവിടെ വെച്ചിട്ടാണ്? കണ്ണൂരിലെ പാട്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വാഗ്ഭടാനന്ദൻ ജനിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പാട്യം. എവിടെയാണ്? കണ്ണൂരില്. ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണമാണ് ഏത്? ബാലഗുരു. ബാലഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വാഗ്ഭടാനന്ദൻ. ഗുരു ഓഫ് ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? തൈക്കാടയ്യ. മാറിപ്പോകരുത്. ബാലഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് വാഗ്ഭടാനന്ദൻ. ഗുരു ഓഫ് ഗുരു തൈക്കാടയ്യ. ഗുരു ഓഫ് എത്തിസ്റ്റ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത് ഇദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് എവിടെയാണ്? മലബാറിലാണ്. ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ നാരായണ ഗുരു ഓഫ് മലബാർ. ഓക്കെ, നാരായണ ഗുരു ഓഫ് മലബാർ എന്ന് വിശേഷണമുള്ള നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. ഓക്കെ, അടുത്ത് ഇദ്ദേഹം രാജാറാം മോഹൻ റോയിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ ഒരു ഐഡിയൽ ആയിട്ട് ഇദ്ദേഹം എടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മോഡൽ ആയിട്ട് ഇദ്ദേഹം എടുക്കുന്നുണ്ട്. ബ്രഹ്മാനന്ദനല്ല, ബ്രഹ്മസമാജം. ഓക്കെ, അതിന്റെ ഒരു ഐഡിയാസ് ഒക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ നടപ്പാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, രാജാറാം മോഹൻ റോയെ കാരണം വളരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഇത് ബാലഗുരു. ഇനി ഞാൻ പറഞ്ഞു ഇദ്ദേഹം ആരുടെ ശിഷ്യനാണ്? ഇദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനാണ്. ആ സമയത്താണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് വിളിക്കുന്നത് ഇദ്ദേഹത്തിനെ? വയലേരി കുഞ്ഞിക്കണ്ണനെ വാഗ്ഭടാനന്ദൻ എന്ന് വിളിക്കുന്നത്. അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വാഗ്ഭടാനന്ദന്റെ ഭാര്യയുടെ പേര് ഏതാണ്? ഇവരും ഒരു സോഷ്യൽ റിഫോമർ ആണ്. അവരുടെ പേര് എന്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വാഗ്മയ ദേവി. വാഗ്മയ ദേവിയാണ് വാഗ്ഭടാനന്ദന്റെ ഭാര്യ. ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? പലതവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. ഏത് വർഷം? 1917. എന്തിനെതിരായിട്ടാണ്? അനാവശ്യമായിട്ടുള്ള റിച്വൽസിനും സൂപ്പർസ്റ്റിഷനും എതിരായിട്ടാണ് ഇദ്ദേഹം ഈ ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത്. അതിന്റെ മോട്ടോ ആണ് ഏത്? അവേക്ക്, റിമെമ്പർ ദ ലോർഡ് ഓൾമൈറ്റി, ഗെറ്റ് അപ്പ് വൺസ് ആൻഡ് ഫൈറ്റ് ഇൻ ജസ്റ്റിസ് ആണ് ആത്മവിദ്യാ സംഘത്തിന്റെ മോട്ടോ. ഓക്കെ, ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പുവിൻ, ക്ഷണം എഴുന്നേൽക്കുവിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതാണ് ആത്മവിദ്യാ സംഘത്തിന്റെ മോട്ടോ. ആത്മവിദ്യാ സംഘം ആരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? വാഗ്ഭടാനന്ദനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്ത് ആത്മവിദ്യാസ സംഘത്തിലെ വുമൺ ലീഡേഴ്സ് ആണ് ആര്? P. ഭാർഗവി അമ്മ, M. ലക്ഷ്മിക്കുട്ടി അമ്മ, K. ദേവയാനി. ഓക്കെ, ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ്. ആരായിട്ട്? ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരും ആത്മവിദ്യാ സംഘമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആരൊക്കെയാണ്? P. ഭാർഗവി അമ്മ, M. ലക്ഷ്മിക്കുട്ടി അമ്മ, K. ദേവയാനി. ഓക്കെ, അടുത്ത് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാസികയാണ് ഇത് ശിവയോഗ വിലാസം. ഓക്കെ, ശിവയോഗ വിലാസം. ശിവയോഗ രഹസ്യം ആരായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? ശിവയോഗ രഹസ്യം നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, ശിവയോഗ രഹസ്യം ബ്രഹ്മാനന്ദ ശിവയോഗിയും ശിവയോഗ വിലാസം ആരായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? വാഗ്ഭടാനന്ദൻ. മാറിപ്പോകരുത്. ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദൻ, ശിവയോഗ രഹസ്യം ബ്രഹ്മാനന്ദ ശിവയോഗി. ഇദ്ദേഹം തത്വപ്രകാശിക സഭ, ഓക്കെ, തത്വപ്രകാശിക സാൻസ്ക്രിറ്റ് സെന്റർ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? വാഗ്ഭടാനന്ദൻ. തത്വപ്രകാശിക ആശ്രമം അല്ലെങ്കിൽ സെന്റർ എവിടെയാണ് ഇദ്ദേഹം ആരംഭിക്കുന്നത്? കോഴിക്കോടാണ്. ഓക്കെ, തത്വപ്രകാശിക ആശ്രമം 1906 കോഴിക്കോട് രൂപീകരിച്ച വ്യക്തിയാണ് ആര്?
വാഗ്ബടാനന്ദൻ. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള മാസികയാണ് ശിവയോഗ വിലാസം. നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മാഗസീനാണ് ഏത്? സാരാഗ്രഹി. ഓക്കെ. അടുത്ത് ഇദ്ദേഹം സോഷ്യൽ റിഫോമിന് വേണ്ടി മാത്രമല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലിംഗസമത്വത്തിനൊക്കെ വേണ്ടി പോരാടിയ വ്യക്തിയാണ് ആര്? വാഗ്ബടാനന്ദൻ. ഇദ്ദേഹം ഏറ്റുമാട്ടു എന്ന് പറഞ്ഞ ഒരു ഒരു സോഷ്യൽ ലീവലിനെതിരായിട്ട് ഇദ്ദേഹം പോരാടിയിട്ടുണ്ട്. ഓക്കെ. സ്ത്രീകൾ ഋതുമതികളാകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അനാചാരമാണ് ഇത് ഏറ്റുമാട്ടു. അതിനെതിരായിട്ട് ആര് പോരാടിയിട്ടുണ്ട്? വാഗ്ബടാനന്ദൻ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ ടു ഹിന്ദു റിലീജിയൻ കൊടുത്ത വ്യക്തിയാണ് ആര്? വാഗ്ബടാനന്ദൻ. ഇദ്ദേഹം നടത്തിയ ഇന്റർ ഡൈനിങ്ങിനാണ് എന്ത് വിളിക്കുക? പ്രീതി ഭോജനം. ഓക്കെ. അപ്പൊ നമ്മൾ ഏതെല്ലാം ഭോജനം നോക്കി? സമപന്തി ഭോജനം ആരായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? വൈകുണ്ഠ സ്വാമികൾ. പന്തി ഭോജനം തൈക്കാടയ്യ. സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. പ്രീതി ഭോജനം ആരാണ്? വാഗ്ബടാനന്ദൻ. മാറിപ്പോകരുത്. പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി വൈകുണ്ഠ സ്വാമികൾ, പ്രീതി ഭോജനം വാഗ്ബടാനന്ദൻ. അടുത്ത് ഇദ്ദേഹമാണ് ഊരാലങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി രൂപീകരിച്ചത്. ഊരാലങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് ഉത്തരം? വാഗ്ബടാനന്ദൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇത്? ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഊരാലുങ്കൽ ഐക്യ നാണയ സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ആരനെയാണ്? വാഗ്ബടാനന്ദൻ. ഓക്കെ. ശിവയോഗ വിലാസം മാസിക നമ്മൾ ഓൾറെഡി നോക്കി. മറ്റൊരു മാസികയാണ് ഇത്? അഭിനവ കേരളം. ഓക്കെ. അഭിനവ കേരളം ശിവയോഗ വിലാസം ആരായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? വാഗ്ബടാനന്ദനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിന്റെയും മോട്ടോ സെയിം തന്നെയാണ്. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽക്കുവിൻ, അനീതിയോട് എതിർപ്പിൻ. അതാണ് അഭിനവ കേരളത്തിന്റെയും മോട്ടോ. ഓക്കെ. ഇനി ഫസ്റ്റ് എഡിറ്റർ ഓഫ് ആത്മവിദ്യ കാഹളം ആരനെയാണ്? വാഗ്ബടാനന്ദൻ തന്നെയാണ്. ഇദ്ദേഹമാണ് അഭിനവ ഭാരത് യുവക് സംഘം. അഭിനവ ഭാരത് യുവക് സംഘം പ്രൊസൈഡ് ചെയ്ത വ്യക്തിയാണ് ആര്? വാഗ്ബടാനന്ദൻ. അഭിനവ് ഭാരത് യുവക് സംഘം. ഓക്കെ. നമ്മൾ ഓൾറെഡി നോക്കി. അതാണ് ഊരാലങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, ഊരാലങ്കൽ ഐക്യ നാണയ സംഘം, തത്വ പ്രകാശിക സഭ, അതേപോലെ തന്നെ അഭിനവ് ഭാരത് യുവക് സംഘം. ഓക്കെ. ഇതെല്ലാം ആരായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? വാഗ്ബടാനന്ദനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്ത് ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, അഷ്ടാംഗ ഹൃദയ, ഈശ്വര വിചാരം, മാനസാ ചാപ്പല്യം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, അഷ്ടാംഗ ഹൃദയം, ഈശ്വര വിചാരം, മാനസാ ചാപ്പല്യം. ഇദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് ഇത്? കൊട്ടിയൂർ ഉത്സവ പാട്ട്. കൊട്ടിയൂർ ഉത്സവ പാട്ട് ഏത് നവോത്ഥാന നായകനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? വാഗ്ബടാനന്ദനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്വതന്ത്ര ചിന്താമണി ഈ പോയം ആരുടെയാണ്? വാഗ്ബടാനന്ദന്റെ പോയമാണ്.